എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും MRS ഇലക്ട്രോണിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് IMPEX ബ്ലൂ റോക്ക് എന്നും പറഞ്ഞിട്ടുള്ള ഒരു ഹോം തിയേറ്റർ സിസ്റ്റമാണ്. ഇതിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് ഇതിൻ്റെ സബ് വൂഫർ വർക്ക് ചെയ്യുന്നില്ല എന്നും പറഞ്ഞിട്ടാണ് നമുക്ക് ഈ ഒരു ഹോം തിയേറ്റർ വന്നിട്ടുള്ളത്. അപ്പോൾ എന്തുകൊണ്ടാണ് നമുക്കിതിനകത്ത് സബ് വൂഫർ വർക്ക് ചെയ്യാത്തതെന്ന് കാര്യങ്ങളൊക്കെ നോക്കാം. അതിനു മുന്നേ നമുക്ക് ആദ്യം ഇതൊന്ന് ഓൺ ചെയ്ത് ഇതിനകത്ത് എങ്ങനെയാണ് പാട്ട് കേൾക്കുന്നതെന്ന് നോക്കാം. ഞാനിപ്പോൾ ഇത് ഓണാക്കി വെച്ചിട്ടുണ്ട്. ചെറിയ 5 സ്പീക്കറുണ്ട്. ഈ 5 സ്പീക്കറിലും പാട്ട് കേൾക്കുന്നുണ്ട്, പക്ഷേ സബ് മാത്രമാണ് കേൾക്കാത്തത്. അപ്പോൾ ഞാനൊരു സ്പീക്കർ ഇതിൽ കണക്ഷൻ കൊടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്കിതൊന്ന് പവർ ഓൺ ചെയ്യാം. ഞാൻ പവർ ഓൺ ചെയ്തിട്ടുണ്ട്. USB എടുത്തു. അപ്പോൾ ഈ മ്യൂസിക് യൂട്യൂബിൻ്റെ തന്നെ ഓഡിയോ ലൈബ്രറിയിൽ നിന്ന് എടുത്തിട്ടുള്ള മ്യൂസിക്കാണ്. അതാണ് ഞാനിത് ധൈര്യമായിട്ട് പ്ലേ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ ഇത് സബ് കേൾക്കുന്നില്ല, പക്ഷേ ആ സ്പീക്കർ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഈ ഒരു ഹോം തിയേറ്ററിൻ്റെ കംപ്ലൈൻറ്റ്. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടാണ് ഇതിൽ സബ് വൂഫർ കേൾക്കാത്തതെന്ന് നമുക്ക് നോക്കാം. അതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാനിടുന്ന ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോസിൻ്റെ അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് ഇതിൻ്റെ സ്പീക്കർ ആദ്യം ചെക്ക് ചെയ്ത് നോക്കാം. സ്പീക്കർ വർക്കിംഗ് ആണോ, അതിൻ്റെ ആംപ്ലിഫയർ സെക്ഷൻ വർക്കിംഗ് ആണോ, മറ്റ് കാര്യങ്ങളിലോട്ടൊക്കെ പോകാം. ഇതിനകത്തിപ്പോൾ 2 സ്ക്രൂ ഇട്ടിട്ടുള്ളൂ. എനിക്ക് വന്നപ്പോഴും ഇതിനകത്ത് 2 സ്ക്രൂ ഉണ്ടായിരുന്നുള്ളൂ. കാര്യം ഇത് വേറെ ആരോ ഊരി നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിനകത്തിരിക്കുന്ന ബോർഡ്. അപ്പോൾ ആദ്യം നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് സ്പീക്കറാണ്. സ്പീക്കറിൻ്റെ കണക്ഷൻ ആദ്യം ഞാൻ ഊരിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കണക്ഷനിൽ നമുക്ക് ഈ ഒരു സ്പീക്കറിൽ എഴുതിയിരിക്കുന്നത് 8 ohms 50 watt എന്നാണ് ഈ സ്പീക്കറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്കിതിനകത്ത് 8 ohms കണ്ടിന്യൂറ്റി ഉണ്ടോ ഇല്ലയെന്ന് ആദ്യം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഞാൻ മൾട്ടിമീറ്റർ ഓംസ് മോഡിലിട്ടിട്ടുണ്ട്. ഇത് കറക്റ്റ് 8 ohms സ്പീക്കറിലുണ്ട്. അപ്പോൾ സ്പീക്കർ ഗുഡാണ്. സ്പീക്കറിന് യാതൊരുവിധ കംപ്ലൈൻറ്റും ഇല്ല. സ്പീക്കറിൽ കറക്റ്റ് 8 ohms കാണിക്കുന്നുണ്ട്. ഇനി നമുക്കിതിൻ്റെ ആംപ്ലിഫയർ സെക്ഷൻ. അപ്പോൾ ഇതിന് സെപ്പറേറ്റാണ് ഈ ഇരിക്കുന്ന 2 മോസ്ഫെറ്റ് വെച്ചിട്ട് ഒരു ചെറിയ ആംപ്ലിഫയർ പവർ ആമ്പിൻ്റെ ഒരു സർക്യൂട്ടാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഈ സർക്യൂട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഈ സർക്യൂട്ട് കറക്റ്റായിട്ടാണോ വർക്ക് ചെയ്യുന്നതെന്ന് ഒന്ന് നോക്കാം. അപ്പോൾ ഞാൻ അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മൾട്ടിമീറ്റർ വോൾട്ടേജ് മോഡിൽ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് അവിടെ വരുന്ന വോൾട്ടേജ് കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 36 വോൾട്ട് വരുന്നുണ്ട്. ഓക്കെ, നമുക്കിവിടെ മൈനസ് വോൾട്ടേജ് വരുന്നില്ല. മൈനസ് വോൾട്ടേജ് ഇവിടെ ബ്ലോക്കാണ്. ഇവിടെ നമുക്ക് 36 വോൾട്ടേ വരുന്നുള്ളൂ. പ്ലസ് വോൾട്ടേജ് വരുന്നുണ്ട്, മൈനസ് വോൾട്ടേജ് വരുന്നില്ല. അപ്പോൾ മൈനസ് വോൾട്ട് എവിടെയോ ബ്ലോക്കാണ്. -36 വോൾട്ട് വരുന്നത് ഇവിടുത്തെ ഈ മോസ്ഫെറ്റിൻ്റെ സെൻറ്റർ പോയിൻറ്റിലാണ്. അപ്പോൾ ഞാനിപ്പോൾ ഗ്രൗണ്ട് ബ്ലാക്ക് പ്രോബ് ഗ്രൗണ്ടിൽ കൊടുത്തിട്ട് ഇവിടുത്തെ സെൻറ്റർ പോയിൻറ്റ് നോക്കുമ്പോഴത്തേക്ക് നമുക്കിവിടെ ഇപ്പോൾ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടുത്തെ മോസ്ഫെറ്റിൽ നമുക്ക് -36 കിട്ടുന്നുണ്ട്. ഇവിടെ നമുക്ക് +36. അപ്പോൾ ആ വോൾട്ടേജ് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. ഇവിടെ ഡ്രൈ ആയിരുന്നെന്നാണ് എനിക്ക് തോന്നുന്നത്. നേരത്തെ നമുക്ക് ആ ഒരു വോൾട്ടേജ് അവിടെ കിട്ടിയില്ലായിരുന്നു. അത് പ്രോബിൻ്റെ കറക്റ്റ് ആ പ്രോബ് ടച്ച് ആയിട്ടുണ്ടായിരുന്നില്ല. ഇനി ചെക്ക് ചെയ്യേണ്ടത് ഈ ഒരു സ്പീക്കറിൽ ഹമ്മിങ് നോയ്സ്, അതായത് നമ്മൾ ഈ ഒരു പവർ ആമ്പിൻ്റെ സെക്ഷൻ്റെ ഇൻപുട്ടിൽ തൊടുന്ന സമയത്ത് നമുക്കൊരു ഹമ്മിങ് നോയ്സ് ഉണ്ടാവും. ആ ഹമ്മിങ് നോയ്സ് കറക്റ്റായിട്ട് വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. ചെറുതായിട്ട് ഹമ്മിങ് നോയ്സ് ഉണ്ട്. ചെറുതായിട്ടൊരു ഹമ്മിങ് നോയ്സ് വരുന്നുണ്ട്. അതായത് നമ്മുടെ ഈ ഒരു സ്പീക്കറും ഓക്കെയാണ്, നമ്മുടെ ആംപ്ലിഫയറിൻ്റെ സർക്യൂട്ടും ഓക്കെയാണ്. ഇനി അടുത്തത് ഇതിൻ്റെ ഇൻപുട്ടാണ് ചെക്ക് ചെയ്യേണ്ടത്. അതായത് ആംപ്ലിഫയറിൻ്റെ ഇൻപുട്ട് നേരെ കയറി വരുന്നത് ഇവിടുത്തെ കൺട്രോൾ ബോർഡിലാണ്. അപ്പോൾ അവിടെ നിന്ന് ആ കൺട്രോൾ ബോർഡിൽ നിന്ന് നമുക്ക് പിന്നെ ബേസിൻ്റെ ഔട്ട്പുട്ട് പോകുന്നുണ്ടോ ഇല്ലയോ എന്നാണ് അടുത്തത് ചെക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഇത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കുറച്ച് സമയമെടുത്തു ഇതിൻ്റെ ആ ഒരു ഫോൾട്ട് കണ്ടുപിടിക്കാൻ. അപ്പോൾ നമ്മൾ ആദ്യം ചെക്ക് ചെയ്തത് സ്പീക്കർ ചെക്ക് ചെയ്തു, നമ്മുടെ ഈ ഒരു ആംപ്ലിഫയർ സെക്ഷൻ പവർ ആമ്പിൻ്റെ സെക്ഷൻ ചെക്ക് ചെയ്തു. പക്ഷേ ഇത് പവർ ആമ്പിൻ്റെ ഞാൻ പരിശോധിച്ചാൽ ഇത് പവർ ആമ്പിൻ്റെ ഒരു ചെറിയൊരു പാർട്ട് മാത്രമാണ്. അതായത്
ഹൈ വോൾട്ടേജ് സൈഡ് മാത്രമാണ്. ഇതിൻ്റെ പീക്ക് കൺട്രോൾ ചെയ്യുന്നതും ഇൻപുട്ട് കൺട്രോൾ ചെയ്യുന്നതുമായിട്ട് ഇവിടെ ഒരു ചെറിയ ഒരു ബോർഡുണ്ട്. ആ ബോർഡ് കാണിച്ചു തരാം. ഈ ഒരു ചെറിയൊരു ബോർഡാണ് നമുക്ക് ഇവിടെ പ്രശ്നമായിട്ട് വന്നത്. ഈ ഒരു ബോർഡെന്ന് പറയുന്നത് ഈ ഒരു പവർ ആമ്പിൻ്റെ ഹാഫാണിത്. അപ്പോൾ ഇത് മൊത്തം ഈ ബോർഡിലല്ല കൊള്ളിച്ചിരിക്കുന്നത്, ഈ ഒരു ചെറിയൊരു ബോർഡിൽ കൂടെയാണ്. അപ്പോൾ ഇതിൻ്റെ ഇൻപുട്ട്, അതായത് ഈ പവർ ആമ്പിൻ്റെ ഇൻപുട്ട് ഇവിടെ നിന്നാണ് പോകുന്നത്. അപ്പോൾ ഇത് വർക്ക് ചെയ്താൽ മാത്രമേ ഈ ഒരു സെക്ഷൻ വർക്ക് ചെയ്ത് ആമ്പിൻ്റെ സെക്ഷൻ ആംപ്ലിഫയറിൻ്റെ സെക്ഷൻ വർക്ക് ചെയ്തുള്ളൂ. അപ്പോൾ ഇവിടെയാണ് നമുക്ക് ഫോൾട്ട് വന്നത്. ഇവിടെ ഫോൾട്ട് വരാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഇതിൻ്റെ 36 വോൾട്ടാണ് നമുക്ക് മൈനസും പ്ലസും വരുന്നത്. അപ്പോൾ ഈ 36 വോൾട്ട് ഇതിനകത്ത് എൻ്റർ ആവുന്നുണ്ട്, പക്ഷേ എന്നിട്ടും ഇത് വർക്ക് ചെയ്യുന്നില്ല. അങ്ങനെ നോക്കി വന്നപ്പോഴത്തേക്കും 36 അല്ലാണ്ട് വേറൊരു വോൾട്ടേജും കൂടെ എൻട്രി ആവുന്നുണ്ട്. അത് 12 വോൾട്ടാണ്. അതിൻ്റെ 2 സെനർ ഡയോഡാണ്, 12 വോൾട്ടിൻ്റെ സെനർ ഡയോഡാണ് ഇരിക്കുന്നത്. ഇവിടെ ഈ ഒരു 2 റെസിസ്റ്റൻസ് അതിനെ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഈ ഒരു റെസിസ്റ്റൻസ് വന്നിരിക്കുന്നത് ഈ പോസിറ്റീവ് സൈഡിൽ നിന്നാണ്. ഈ ഒരു റെസിസ്റ്റൻസ് നെഗറ്റീവ് സൈഡുമായിട്ട് കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് 12 വോൾട്ട് വരണം. പക്ഷേ ഇത്രയും നേരം ആ ഒരു വോൾട്ടേജ് ഇല്ലായിരുന്നു. ആ വോൾട്ടേജ് ഡ്രോപ്പ് ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ റെസിസ്റ്റൻസ് നല്ല ചൂടാവുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഇവിടുത്തെ ഓരോ കമ്പോണൻ്റായിട്ട് അഴിച്ച് പറക്കിയെടുത്ത്, എന്നിട്ടും ആ വോൾട്ടേജ് വരുന്നില്ല. അതിനുശേഷം ഞാൻ ഇവിടെ അത്ര ചുരണ്ടി ക്ലീൻ ചെയ്തിട്ട് ടിന്നർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്തിട്ട് തിരിച്ച് ഇതേ കണക്കെല്ലാം സെറ്റ് ചെയ്തപ്പോഴത്തേക്കും ഈ ഒരു വോൾട്ടേജ് ഇവിടെ പ്രസൻ്റായി. അപ്പോൾ എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വരുന്ന ഈ ഒരു വാക്സ് ഉണ്ടല്ലോ, ഈ വാക്സ് കാർബണേറ്റഡ് ആയിട്ട് ഇത് ഷോർട്ടായി കിടന്നതാണ്. അതായത് പ്ലസും മൈനസും കൂടെ ഷോർട്ടായി കിടന്നത്. പക്ഷേ അത് നമ്മൾ മൾട്ടിമീറ്ററിൽ ചെക്ക് ചെയ്ത് അറിയാൻ പറ്റത്തില്ല. അത് ആ പവർ വരുന്ന സമയത്ത് മാത്രമേ അത് ആ ഷോർട്ടിങ് വരത്തുള്ളൂ. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്കാണ് ഇവിടുത്തെ ഈ 2 വോൾട്ടേജും തമ്മിൽ ഡ്രോപ്പ് ചെയ്തത്. അപ്പോൾ ആ വോൾട്ടേജ് ഡ്രോപ്പ് ആയതുകൊണ്ട് നമുക്ക് ഈ ഒരു സെക്ഷൻ മുഴുവനും വർക്ക് ചെയ്യാതായി. അങ്ങനെയാണ് ഇതിൻ്റെ പ്രശ്നം വന്നത്. പക്ഷേ നമ്മൾ ഈ ഒരു സെക്ഷനിൽ ചെറുതായിട്ട് തൊടുമ്പോഴത്തേക്ക് ചെറിയൊരു ഹമ്മിങ് നോയ്സ് ഉണ്ട്. ഇപ്പോൾ നമ്മളിവിടെ ഇൻപുട്ടിൽ തൊടയണമെന്നുണ്ടെങ്കിൽ നല്ല രീതിക്കുള്ള ഹമ്മിങ് നോയ്സ് വരും. അപ്പോൾ ഞാൻ ഈ സ്പീക്കർ ഒന്ന് കണക്ഷൻ കൊടുത്തിട്ട് ഓൺ ചെയ്തിട്ടുണ്ട്. ഞാനിതിൻ്റെ ഇൻപുട്ടിൽ ചെറുതായിട്ട് തൊടയാണ്. അപ്പോൾ നേരത്തെ കാട്ടി നല്ല ഹമ്മിങ് നോയ്സ് വരുന്നുണ്ട്. നേരത്തെ ഇത്രയും ഹമ്മിങ് നോയ്സ് ഇല്ലായിരുന്നു. നേരത്തെ കണ്ട് ഈ സൈഡിലാണ് ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ ഹമ്മിങ് നോയ്സ്. അത് ഇതിൻ്റെ ഹൈ സൈഡിലോട്ട് പോകുന്ന ആ ഒരു സപ്ലൈയിലായിരുന്നു ആ ചെറിയൊരു ഹമ്മിങ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇതാണ് ഇതിൻ്റെ യഥാർത്ഥ ഇൻപുട്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ഒരു 2 ചെറിയ കപ്പാസിറ്റർ ഇരിക്കുന്നില്ല. ഇവിടെ സൈഡിൽ കൂടെ ഈ വാക്സ് ഇങ്ങനെ ഒലിച്ചിറങ്ങി കിടക്കുന്നുണ്ടായിരുന്നു. ഇവിടെയായിരുന്നു നമുക്ക് ഈ പ്രോബ്ലം പറ്റിയത്. ഇപ്പോഴും ഈ വാക്സ് എല്ലാം ഇവിടെ തന്നെ ഉണ്ട്. ഇവിടുത്തെ വാക്സ് എല്ലാം ഞാൻ ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇവിടുത്തതും ക്ലീൻ ചെയ്തപ്പോഴത്തേക്കും ഇത് റെഡി ആയിട്ടുണ്ട്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്കിതൊന്ന് സപ്ലൈ കൊടുത്ത് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിനകത്ത് തന്നെ നമുക്ക് ഇതിൻ്റെ സ്ക്രൂ എല്ലാം ഇതിൻ്റെ സ്പീക്കറിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. അതിൻ്റെ സ്ക്രൂ എല്ലാം ഉണ്ട്. ഓക്കെ, വേറെ സ്ക്രൂ ഒന്നുമില്ല. അപ്പോൾ അതിൻ്റെ കണക്ഷൻ കൂടെ ഒന്ന് കൊടുത്തിട്ട് ഇതൊന്ന് സ്ക്രൂ ചെയ്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ ഇംപെക്സ് ഹോം തിയേറ്റർ അതിൻ്റെ സബ് കേൾക്കാതിരുന്നത് റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് ഫുള്ള് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ സ്ക്രൂ ഒക്കെ ഇട്ട് ഇനി നമുക്കിതൊന്ന് ഓൺ ചെയ്തിട്ട് അതിൻ്റെ ബേസ് എങ്ങനെ വർക്ക് ചെയ്യണമെന്ന് നോക്കാം.
അപ്പോൾ നമ്മുടെ ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതിൻ്റെ കുറച്ച് സമയമെടുത്ത് എനിക്കത് ഒന്ന് ഫൈൻഡ് ഔട്ട് ചെയ്തെടുക്കാൻ. അപ്പോൾ ഞാനത് കറക്റ്റായിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്ത് അതിന് വേണ്ടിയിട്ടുള്ള സൊല്യൂഷൻ ചെയ്ത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. നമുക്കൊരടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്.